ഡോക്ടർ മോഹൻ വർഗീസ്, പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇനിയും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ഇറാൻ അമേരിക്കൻ സൈനികരെ വധിക്കുന്നുവോ അപ്പോഴെല്ലാം ആ കൊലപാതകത്തിന് പല മടങ്ങ് വില നൽകേണ്ടി വരുമെന്നാണ് ഇറാന് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വീരവാദങ്ങൾ ഇരുഭാഗത്തു നിന്നും എപ്പോഴും ഉയരാറുണ്ട്. പക്ഷേ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. അതിലൊരു അപകടം പതിയിരിപ്പുണ്ടോ? ഗൾഫ് രാജ്യങ്ങൾ പ്രതിരോധത്തിലാകുമോ? എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? എന്തു പറയുന്നു എന്നതല്ല, എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഇറാൻ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് വാർ. ഔപചാരികമായി ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു വെച്ചു. അതുമാത്രമല്ല, ഇറ്റ് വാസ് എ ക്ലാരിയൻ കോൾ. ആളുകളോട്, ജനങ്ങളോടുള്ള ഒരു വലിയ ആഹ്വാനം എന്ന നിലയിലാണ്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അവസാന നാളുകളിൽ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ എതിരാളികളെ നേരിടണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ ജനങ്ങളോടായി നടത്തിയ ഒരു വലിയ പ്രസംഗമുണ്ട്. ബ്ലഡ്, സ്വെറ്റ് ആൻഡ് ടിയേഴ്സ്, നിങ്ങൾ കണ്ണീർ പൊഴിക്കണം, രക്തമൊഴുക്കണം, അല്ലേ, വിയർപ്പൊഴുക്കണം, പരമാവധി ഈ രീതിയിലുള്ള സമാനമായ രീതിയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ജനങ്ങളോട് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. കാരണം ഇറാൻ ഔപചാരികമായി തന്നെ യുദ്ധത്തിലാണ്. സമാധാന ശ്രമങ്ങളൊന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിൽ എത്തി ചർച്ചകൾക്കുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ആ ചർച്ചകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി. കാരണം മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അമേരിക്കയുമായി ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ബലപ്രയോഗമെങ്കിൽ ബലപ്രയോഗം നോക്കട്ടെ, എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. ഇറാൻ്റെ റെസിലിയൻസ് ലെവൽ വളരെ കൂടുതലാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് ലെവൽ വളരെ കുറവുമാണ്. ഇത് രണ്ടും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള നീക്കുപോക്കിന് അമേരിക്ക നിർബന്ധിതമാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക, വെയിറ്റിംഗ് ഗെയിമാണ് ഇറാൻ പ്ലേ ചെയ്യുന്നത് എന്ന് ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തത് ഇറാൻ്റെ ഗെയിം പ്ലാനാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ അവസ്ഥയിലാണ്, അതായത് സമാധാനമെന്നുള്ളതല്ല, യുദ്ധത്തിൻ്റെ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് പെസഷ്കിയാൻ ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ, ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും വരുന്ന പ്രസ്താവനകൾ ഒരിക്കലും ഒരു സൂചനയൊന്നുമല്ല. അദ്ദേഹം നാളെ അത് മാറ്റിപ്പറയും. എങ്കിലും അടിക്ക് തിരിച്ചടി സ്വാഭാവികമാണ്. പക്ഷേ തങ്ങളുടെ ഭാഗത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. അമേരിക്കൻ ഭടന്മാർ കൊല്ലപ്പെടുന്നു എന്നത് സാധാരണ സംഭവിക്കുന്ന ഒന്നല്ല. വസ്തുവകൾക്ക് നാശമുണ്ടാകുന്നുണ്ട്, ആയുധങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്, ചില കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. പക്ഷേ വ്യക്തികൾ, ഭടന്മാർ, മെറീനുകൾ കൊല്ലപ്പെടുന്നു എന്നത് അത്ര പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തം 18 അമേരിക്കൻ സേനാ അംഗങ്ങളാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ തന്നെ 4 പേര് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ്. അതുകൊണ്ട് അമേരിക്ക പറയുന്നത് ഓരോ ഭടനും കൊല്ലപ്പെടുമ്പോൾ വലിയ വർദ്ധിത വീര്യത്തോടുകൂടി ആക്രമണത്തിന് ഞങ്ങൾ നിർബന്ധിതരാവും. അപ്പോൾ ഇത് ഏതായാലും തീർച്ചയായും ഒരു മിസൈൽ അയക്കുമ്പോൾ ഇന്ന സൈനികനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൊല്ലണമെന്ന ആഗ്രഹത്തിലല്ലല്ലോ. ഇത് മിസൈലുകൾ അയക്കുമ്പോൾ ആ പ്രദേശത്തുള്ള സൈനികർ സ്വാഭാവികമായി ചിലരെങ്കിലും കൊല്ലപ്പെട്ടേക്കാം, അംഗഭംഗം വന്നേക്കാം, പരിക്കേൽറ്റേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ പ്രസ്താവന സാഹിത്യം അതിര് വിടുന്നു എന്ന ഒരു ചിന്ത എനിക്കുണ്ട്. അത് ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. കാരണം ഒരു പ്രശ്ന പരിഹാരമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇങ്ങനെയുള്ള രണ്ട് ഭാഗത്തു നിന്നും, ഇറാൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടത്തുന്ന ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ ഒട്ടും പ്രയോജനകരമല്ല. ഇനി സ്റ്റേറ്റ് ഓഫ് വാർ എന്ന് പറയുന്നതുകൊണ്ട് ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അധിനിവേശത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കരയാക്രമണത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ, ഇറാൻ മനസ്സുകളെ സജ്ജമാക്കുക എന്ന ഒരു ചിന്ത ഒരുപക്ഷെ ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ ഈ സംസാരത്തിൽ ഉണ്ട്. അമേരിക്ക ഒരുപക്ഷെ കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്ന് ഇറാൻ വിശ്വസിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ ബോധമുള്ള ഒരു രാജ്യവും തയ്യാറാവില്ല ഇറാൻ പോലെ ഒരു രാജ്യത്തേക്ക് കടന്നു കയറാനോ. വേണമെങ്കിൽ കിഷം ദ്വീപിലേക്കോ അല്ലെങ്കിൽ ഖാർഗ് ഐലൻഡിലേക്കോ എണ്ണ ടെർമിനലിലേക്കോ ഒക്കെ കടന്നു കയറാനാവും. ആ ഒരു സൂചന ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രേക്ഷകരോട് പങ്കുവെച്ചതുമാണ്. അല്ലാതെ ഇറാൻ്റെ
മെയിൻലാൻഡിലേക്ക്, ടെഹ്റാനിലേക്ക് ഉൾപ്പെടെ കമാൻഡോകളെ അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവിടേക്ക് വിമാനാക്രമണം നടത്താം, അല്ലെങ്കിൽ ബോംബ് കൊണ്ട് വർഷിക്കാം, മിസൈലുകൾ അയക്കാം, ഏറിയൽ സോർട്ടീസ് നടത്താമെന്നല്ലാതെ കരയുദ്ധം നടത്താൻ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, പേർഷ്യൻ ഗൾഫ് പ്രദേശത്ത് നിന്നൊരു തള്ളിക്കയറ്റം, അതാണ് ഒന്ന്. പക്ഷേ ഇറാൻ്റെ തെക്കൻ പ്രദേശത്തെ ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഇറാന് തന്നെയാണ് ഇപ്പോഴും. ഹോർമൂസിൻ്റെ മേലുള്ള നിയന്ത്രണം എന്ന് ഇറാൻ പറയുന്നത് വെറുതെയല്ല. അത് നിയന്ത്രിക്കാവുന്ന രീതിയിലാണ് ഇറാൻ്റെ മലനിരകൾ, അതിൻ്റെ താഴ്വരകളിലും ചരിവുകളിലും ഗുഹകളിലും ഒക്കെ പൊസിഷൻ ചെയ്യുന്ന ഫയർ ആംസ് അതുപയോഗിച്ചുകൊണ്ട് അഡ്വാൻസിങ് കോളംസിനെ, അഡ്വാൻസിങ് വെഹിക്കിൾസ് ആർമീസ് അല്ലെങ്കിൽ അഡ്വാൻസിങ് കോളംസിനെയൊക്കെ തന്നെ തകർക്കാൻ ഇറാന് നിഷ്പ്രയാസം കഴിയും. അവിടെയാണ് കരയുദ്ധത്തിൻ്റെ പ്രസക്തി. ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ലാത്ത ഒന്നാണ് ഇറാൻ്റെ സേനകളുടെ ഒരു ഫൈറ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ സേനാ റാങ്കുകളിൽ വിള്ളലുണ്ടാകുന്നില്ല എങ്കിൽ, അങ്ങനെ കൂടായികയൊന്നുമില്ല കേട്ടോ, സേനകളിൽ വിള്ളലുണ്ടാകാം, IRGCയിൽ വിള്ളലുണ്ടാകാം, ഇറാൻ സേനകളിൽ ഒരുപക്ഷെ ഡെസേർഷൻസ് ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായി എങ്കിൽ അകത്തുനിന്ന് തന്നെ ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയും. അത് ഒരുപക്ഷെ വലിയ കലാമിറ്റീസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ പരമ്പരാഗതമായ ഏറ്റുമുട്ടലിലൂടെ ഒരിക്കലും ഇറാൻ്റെ സേനകളെ പുഷ് ബാക്ക് ചെയ്തുകൊണ്ട് അഡ്വാൻസ് ചെയ്യാൻ തെക്ക് നിന്ന് സാധ്യമല്ല. ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല എന്നല്ല, ബുദ്ധിമുട്ടാണ്. ഏതാനും ഐലൻഡുകൾ പിടിച്ചെടുക്കുന്നത് സംഭവ്യവുമാണ്, അസംഭവ്യമല്ല. അതേസമയം വടക്ക് നിന്ന് കടന്നു വരണമെങ്കിൽ അത് കാസ്പിയൻ കടലാണ്. കാസ്പിയൻ കടൽ എന്ന് പറയുന്നത് ഇറാൻ്റെ വടക്കൻ പ്രദേശത്ത് ഉള്ള ഒരു വലിയ സമുച്ചയമാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ മെറീനുകളെ അവിടെ നിന്നുകൊണ്ട് ബോട്ടുകളിലൂടെ അല്ലെങ്കിൽ തീരപ്രദേശത്തൂടെ വലിയ റെയിം, ഇപ്പം നോർമൻഡി ലാൻഡിംഗ് എന്നൊക്കെ പറയുന്ന പോലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അതുപോലെയുള്ള ലാൻഡിങ്ങിലൂടെ വേണമെങ്കിൽ അവിടെ വടക്ക് നിന്ന് ആക്രമിക്കാം. അവിടെയും മലനിരകൾ, തെക്ക് സാഗ്രോസ് മൗണ്ടൻസ് നിൽക്കുന്നത് പോലെ വടക്കും വലിയ മൗണ്ടൻ റേഞ്ചസ് ടെഹ്റാനെ സംരക്ഷിച്ച് നിർത്തുന്നു. ടെഹ്റാൻ തീരപ്രദേശത്തല്ല എന്ന് ഓർക്കണം, ഉള്ളിലാണ്. വടക്കൻ പ്രദേശത്താണ്, പക്ഷേ ഏറെ ഉള്ളിൽ മാറി നിൽക്കുന്ന മഹാനഗരമാണ്. അപ്പോൾ അത് ആ ഭാഗവും അത്ര ക്ലിയർ അല്ല. യുദ്ധം സംഭവിക്കണമെങ്കിൽ, കരയുദ്ധം സംഭവിക്കണമെങ്കിൽ മൂന്നാമത്തെ പ്രദേശമെന്ന് പറയുന്നത് ഖുർദ് മേഖലയിൽ നിന്നും ഖുർദുകളുടെ സഹായത്തോടു കൂടി, ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണല്ലോ ഖുർദ് മേഖല. അപ്പോൾ ഖുർദ് മേഖലയിൽ നിന്നും ഒരു തള്ളിക്കയറ്റം ഖുർദുകളെ ഇളക്കി വിട്ടുകൊണ്ട് വേണമെങ്കിൽ സാധിക്കും. ഇറാഖിലെ അമേരിക്കൻ താവളങ്ങളിൽ നിന്നും ഇറാഖിൻ്റെ അതിർത്തി, ഇറാൻ പടിഞ്ഞാറൻ അതിർത്തി ഉണ്ടല്ലോ, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി, അതുവഴി വേണമെങ്കിൽ കരയാക്രമണം സജ്ജീകരിക്കാം. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഇറാൻ പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് ദർ ഇസ് എ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ ഫോർ ദി എയർ അറ്റാക്ക്. ഇത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകാം. നിരന്തരം ബോംബാർഡ്മെൻറ്റ് നടക്കുന്നു. സേനാ കേന്ദ്രങ്ങൾ ഇപ്പോൾ 2022 മുതൽ പ്രവർത്തിക്കുന്ന തെക്കൻ പ്രദേശത്തുള്ള ഒരു തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ഒരു ആണവ കേന്ദ്രത്തിൽ നിരന്തരം ബോംബ് വർഷിച്ചു കഴിഞ്ഞ ദിവസം. വികിരണം ഉണ്ടായിട്ടില്ല എന്നത് ഭാഗ്യം കൊണ്ടാണ്. നഥാൻസിലെയും ഫർദോയിലെയും ഇസ്ഫഹാനിലെയും ആണവ നിലയങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ആണവ നിലയങ്ങളിൽ ആക്രമണം നടക്കുന്നു. അപ്പോൾ ഈ ആണവ നിലയങ്ങളിലെ ആക്രമണം ഇത്രയും പിന്നിട്ടിട്ട് പോലും ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇറാൻ്റെ പ്രിഫറൻസസ് വളരെ വ്യക്തമാണ്. തങ്ങൾ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകും, എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കുക എന്നത് തങ്ങളുടെ അജണ്ടയിലില്ല. ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി ആണവ സാങ്കേതികവിദ്യ തങ്ങൾ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് പിന്നോട്ട് പോക്ക് നടന്നിട്ടില്ല. അതുമാത്രമല്ല, മുന്നോട്ട് പോക്ക് നടന്നു. ഹോർമൂസിൻ്റെ കാര്യത്തിൽ തങ്ങൾ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുൻപ് നിയന്ത്രണമില്ലായിരുന്നു, മുൻപ് സ്വാധീനമേ ഉള്ളായിരുന്നു, ഇപ്പോൾ നിയന്ത്രണമുണ്ട് എന്ന് ഇറാൻ പറയുന്നു. അമേരിക്കയും അതേപോലെ തന്നെ പറയുന്നു. ഇറാനല്ല, തങ്ങളാണ് ഹോർമൂസ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. കപ്പലുകൾക്ക്, ഫ്രണ്ട്ലി ഷിപ്സിന് കടന്നു പോകാം എന്നാണ് പറയുന്നത്. കടന്നു പോകാം എന്ന് അമേരിക്ക പറയുമ്പോഴും ഒരു കപ്പൽ പോലും കടന്നു പോകുന്നില്ല. ഇടത്തോട്ടും വലത്തോട്ടും അകത്തോട്ടും പുറത്തോട്ടും പോകുന്നില്ല. അതിനർത്ഥം ഇറാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹോർമൂസ് ഇപ്പോഴും നിലനിൽക്കുന്നു. കപ്പലുകൾക്ക് സുഗമമായി പോകാനാവില്ല. പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾ, ഒമാൻ തീരത്തുകൂടി പോകാൻ ശ്രമിക്കുന്ന കപ്പലുകളെ തെരഞ്ഞു പിടിച്ച് ഇറാൻ ആക്രമിക്കുകയും ചെയ്യുന്നു. ചില കപ്പലുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസവും ഒരു ഒമാൻ തീരത്ത് വെച്ച് ഒരു കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായി. ആ കപ്പൽ നിശ്ചലമായിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അതിനർത്ഥം ഇറാൻ സർട്ടൻലി ഈസ് ഓൺ എ സ്റ്റേറ്റ് ഓഫ് വാർ. അത് കരയുദ്ധം പ്രതീക്ഷിക്കുന്നു. നാവിക മേഖലയിൽ യുദ്ധമുണ്ടാകും എന്ന ഒരു വാർണിംഗ് ആണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നാവിക യുദ്ധത്തിൻ്റെ ലാഞ്ചനകളൊന്നും കാണുന്നില്ല. ഇറാന് അറിയപ്പെടുന്ന ഒരു നേവി സംവിധാനമില്ല. ഉള്ളത് തകർന്നു എന്ന അമേരിക്കൻ ക്ലെയിം പൂർണ്ണമായി അവിശ്വസിക്കേണ്ടതുമില്ല. കാരണം നേവൽ ഷിപ്സ് മൂടി വയ്ക്കാനാവില്ല.
തുറങ്കങ്ങൾ കയറി പാർക്ക് ചെയ്യാനാവില്ല. ഷിപ്സാണ്, അത് കടലിൽ നിൽക്കാനേ പറ്റൂ. അവർക്ക് ആക്രമിക്കപ്പെട്ടേക്കാം. അന്തർവാഹിനികളുണ്ട്, 6ഓളം അന്തർവാഹിനികളുണ്ട്. അവയുടെ വെയറബൌട്ട്സ് എന്താണെന്ന് ഇതുവരെ അറിയില്ല. അതുകൊണ്ട് നേവൽ ബാറ്റിൽ ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും എന്നറിയില്ല. പൂർണ്ണ യുദ്ധമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കരയുദ്ധം, ആകാശയുദ്ധം. ആകാശയുദ്ധം എന്ന് പറയുന്നത് ഇറാൻ വിമാനങ്ങളെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അമേരിക്കൻ വിമാനങ്ങൾ വന്നാൽ അവയെ വെടിവെച്ചിടാനും പൂർണ്ണമായി കഴിയുന്നില്ല. മുൻപ് കഴിയുന്നത് പോലെ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ദുർബലമാണ്. കാരണം റേഡാറുകളും അതുപോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഒക്കെ തകർന്ന സ്ഥിതിക്ക് എയർ ഡിഫൻസ് വളരെ ദുർബലമാണ്. അതേസമയം മിസൈൽ അയക്കാൻ ഇറാൻ ഇപ്പോഴും കഴിയുന്നു. അത് ഇനിയും കഴിയാനാണ് സാധ്യത. ഇറാൻ്റെ പൂർണ്ണമായ മിസൈൽ ശേഖരം, ദീർഘദൂര, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ സീരീസിലുള്ള മിസൈലുകളുണ്ട്. അതുമാത്രമല്ല, ഡ്രോണുകൾ ഇപ്പോഴും യുദ്ധസമയത്തും ഇറാൻ തകൃതിയായി ഉത്പാദിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്ന. മിസൈലുകളും ഡ്രോണുകളും വലിയ രീതിയിൽ രഹസ്യമായി ഇറാൻ ഇപ്പോഴും ആഭ്യന്തരമായി, അത്ര വലിയ രാജ്യമാണല്ലോ, എല്ലാം അമേരിക്കയുടെ കൺമുമ്പിൽ പെട്ടു എന്നിരിക്കില്ല, ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി ഗിയറപ്പ് ചെയ്യാൻ ആളുകളെ ആഹ്വാനം ചെയ്യുന്ന ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു വശത്ത്, തങ്ങളുടെ ഓരോ ഭടൻ്റെ രക്തം ചിന്തുമ്പോൾ തങ്ങൾ പകരം ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ട്രംപ് മറുവശത്ത്. പ്രശ്നപരിഹാരത്തിന് ഒരു സാധ്യതയും കാണുന്നില്ല. ഇനിയുള്ള നിമിഷങ്ങളിൽ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ, അത് നേരിട്ടുള്ള ചർച്ചകളാകാൻ ഒരു സാധ്യതയുമില്ല. ഇറാൻ്റെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിൽ എത്തി എന്നത് ശുഭോദർക്കമായ കാര്യമാണ്. അമേരിക്കൻ പ്രതിനിധികളും എത്തുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് പാകിസ്ഥാൻ എത്ര ശ്രമിച്ചിട്ടും ഒരു കരയെത്തിക്കാൻ കഴിയാത്തത് കൈവിട്ടുപോയ യുദ്ധമാണ്. വീണ്ടും ഒരു സമാധാന പ്രക്രിയ, ഒരു ഏതാണ്ട് 14 നിർദ്ദേശം എന്നതുപോലെ മറ്റു ചില നിർദ്ദേശങ്ങൾ വന്നേക്കാം. അത് ഭാഗികമായി തൽക്കാലത്തേക്ക് അംഗീകരിക്കപ്പെട്ടേക്കാം. അതൊക്കെ തന്നെ അല്പായുസായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് വിശ്വാസ്യത പൂർണ്ണമായി തകർന്ന സ്ഥിതിക്ക് ഇനി ഒരു മാജിക് ഫോർമുലയിലൊരു വിശ്വാസമൊന്നും ആർക്കുമില്ല. ഇനിയുള്ളത് ഒന്നുകിൽ ഇതൊരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റായി ദീർഘമായി നീണ്ടു നിൽക്കുന്ന ലോ ഇൻറ്റൻസിറ്റി, ഒരു ഹൈ ഇൻറ്റൻസിറ്റി യുദ്ധമൊന്നും എക്കാലത്തും തുടരാനാവില്ല, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റായി നിൽക്കുന്നു. ഏകദേശ ധാരണ, കപ്പലുകളെ ആക്രമിക്കില്ല എന്നതൊക്കെ ഒരു ധാരണയാകാം, പരസ്പരം കപ്പലുകളെ ആക്രമിക്കില്ല എന്ന ഒരു ധാരണ ഒഴിച്ചാൽ മറ്റ് ധാരണകളൊന്നും ആകാനുള്ള സാധ്യതയില്ല. ഇപ്പോഴും പ്രശ്നം സങ്കീർണമായി തന്നെ നിലനിൽക്കുന്നു. 11ാം ദിവസം കഴിഞ്ഞ് യുദ്ധം മുന്നോട്ട് പോകുന്നു. ഈ റൗണ്ട് ഓഫ് വാർ ഈസ് ക്രോസിംഗ് 11-day ലിമിറ്റ്.